വശലി വാ, ഇവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും, വാ, ഇവിടെ ഇരിക്കും, വാ, ഇവിടെ 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 കയറ്, മടിയിൽ കയറ്, കയറണ്ട, വായോ വായോ, കയറ്, ഇവിടെ കയറ്, ഇവിടെ കയറിയിരിക്കും, കയറിയിരിക്കണണ്ടാ. ഹലോ, നമസ്കാരം. അപ്പോൾ ഞാനിന്നേ ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഷവോമിയുടെ 15 അൾട്ര ഫോൺ വാങ്ങി. അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഷവോമിയുടെ 15 അൾട്ര എന്ന് പറഞ്ഞ ഫോൺ. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പ്ലാസ്റ്റിക് റാപ്പിംഗ് ഒക്കെ നമ്മൾ ഷോപ്പിൽ തന്നെ വെച്ചിട്ട് പൊട്ടിച്ച് നോക്കിയിരുന്ന്. ഇതിൽ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിലതിൻ്റെ 1-2 പേപ്പറുണ്ട്, പിന്നെ ഇതിൻ്റെ ബാക്ക് കവറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോണ്, ഷവോമി 15 അൾട്ര. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്യുന്ന അവിടെ ബാക്കിലെ ക്യാമറയുടെ ഒരു ഭാഗം കാണുമ്പോൾ അല്ലാതെ എന്തോ പോലെ തോന്നുന്നുണ്ടല്ലേ, വലിയൊരു ഭാഗമായി. പക്ഷെ ലൈറ്റ് വെയിറ്റ് ആണ്, അത്രയ്ക്കൊന്നും വെയിറ്റില്ല. ഞാൻ മെയിനായിട്ട് ക്യാമറ ഫോൺ നോക്കിയപ്പോൾ ഇപ്പോൾ സ്പെക് വൈസ് ആയാലും ക്വാളിറ്റി വൈസ് ആയാലും ഏറ്റവും ടോപ്പ് നിൽക്കുന്ന ഫോണ് ഇപ്പോൾ ഈ ഷവോമിയുടെ 15 അൾട്ര തന്നെയാണ്. അതുകൊണ്ടാണ് ഞാനിത് ചൂസ് ചെയ്തത്. പിന്നെ ഇതിൽ പിന്നെ എന്താ ഉള്ളത്, ഇതിൽ പിന്നെ ഒരു ചാർജർ കേബിൾ ഉണ്ട്, പിന്നെ 90 വാട്ടിൻ്റെ അഡാപ്റ്റർ ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോക്സിൽ. പിന്നെ ബാക്കി ബോക്സ് കാലിന്. ഇതാണ് നമ്മുടെ 15 അൾട്ര. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ അതിൽ ഇത്രയും സംഭവമുള്ളൂ. ഒരു ചാർജർ കേബിൾ ഉണ്ട്, അഡാപ്റ്റർ ഉണ്ട്, പിന്നെ അതിൻ്റെ ഒരു ബാക്ക് പൗച്ച് ഉണ്ട്. ഇത്രയും സംഭവങ്ങളുള്ളൂ. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഈ ഷവോമി 15 അൾട്ര സെലക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 3 ചോയ്സ് ഉണ്ടായിരുന്നു. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ 25 അൾട്ര, രണ്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവോയുടെ 200 പ്രോ. അപ്പോൾ ഈ 3 ഫോണിൽ ഏതെങ്കിലും ഒരു ഫോൺ എടുക്കാന്നുള്ളൊരു സെറ്റപ്പിലായിരുന്നു ഞാൻ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വൈസ് നോക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ 25 അൾട്രയ്ക്ക് ഇപ്പോൾ ലാസ്റ്റ് ഞാൻ പ്രൈസ് ചോദിച്ചപ്പോൾ പറഞ്ഞത് അവർ 1.21 22 23 ആ ഒരു റേഞ്ചിലാണ്. 1.23 21 അങ്ങനെ 2-3 ഷോപ്പിൽ ചോദിച്ചപ്പോൾ ആ റേഞ്ചാണ് പറഞ്ഞത്. പിന്നെ വിവോയുടെ X200 ചോദിച്ചപ്പോൾ, X200 അല്ല 200 പ്രോ ചോദിച്ചപ്പോൾ അതിൻ്റെ പ്രൈസ് ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പിലും സെയിം ആയിരുന്നു. അതിന് 95 രൂപയാണ് പറഞ്ഞിരുന്നത്. ഇത് വന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.10 വരുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് പ്രൈസ്, ലാസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 1.10 വരുന്നത്. അപ്പോൾ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസങ് ഞാൻ അവോയ്ഡ് ചെയ്യാനൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഈ ലോ ലൈറ്റ് സിറ്റുവേഷനിൽ സാംസങ്ങിൻ്റെ ക്യാമറ കാര്യങ്ങളൊന്നും അത്രയും പോരാ. പക്ഷേ ഇതിനേക്കാളും കുറേ കൂടി അഡ്വാൻസ്ഡ് ആണ് സാംസങ്ങിൻ്റെ AI ഫീച്ചർ കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മളെ പോലുള്ള ഒരാൾ ഈ AI ഫീച്ചറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് വളരെ ചുരുക്കമായിരിക്കും. മെയിനായിട്ട് നമുക്ക് ക്യാമറയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാം. ഞാനൊക്കെ നോക്കുന്ന ക്യാമറ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അതിൽ സാംസങ്ങിൽ ഇതിനെ വെച്ച് സ്പെക് വൈസ് വെച്ച് നോക്കുമ്പോൾ മെമ്മറി 256 GB ഉള്ളൂ. ഇതിൽ 512 ഉണ്ട്, 12 GB ഭാഗത്ത് ഇത് 16 GB ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഫാർ ബെറ്ററാണ് ഇത്. പക്ഷേ സാംസങ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡും അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡും വെച്ച് നോക്കുമ്പോൾ അത് കുറച്ചും കൂടി പ്രൈസ് വെച്ച് നോക്കുമ്പോൾ അത് കുറച്ചും കൂടി കൂടുതലാണ്. പക്ഷേ ആ പ്രൈസിനുള്ളൊരു സെറ്റപ്പിനേക്കാളും കൂടുതൽ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടെന്ന് തോന്നിയപ്പോൾ ഞാൻ ഇത് ചൂസ് ചെയ്തത്. പിന്നുള്ളത് വിവോ ആണ്. വിവോ 200 നോക്കിയപ്പോൾ അത് 95 രൂപ വരുന്നുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഇതും വെച്ച് നോക്കുമ്പോൾ ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. പിന്നെ ക്യാമറ വൈസ് നോക്കുമ്പോൾ കുറച്ചും കൂടി ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് ഇത് തോന്നിയതിൻ്റെ കാര്യം മാത്രമാണ് എടുത്തത്. പക്ഷേ വിവോ സാംസങ്ങും നോക്കുമ്പോൾ എനിക്ക് വിവോ തന്നെ എടുക്കാനായിരുന്നു താല്പര്യം. പിന്നെ അതിനുശേഷം ഞാൻ ഈ ഫോൺ എടുക്കാൻ പോയപ്പോൾ ഞാൻ ഫോൺ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ തൃശ്ശൂർ 3 പീടികയിൽ സലാല ഉണ്ടല്ലേ, സലാല മൊബൈൽസിൽ നിന്നാണ് ഞാൻ സാധനം എടുത്തത്. അപ്പോൾ ഞാൻ 200 എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ് പോയത്. അപ്പോൾ അവിടെ പോയപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് അവർ 1.10 പ്രൈസ് പറഞ്ഞ്. പക്ഷേ അത് കൂടാണ്ട് എനിക്ക് അവർ ഇതിൻ്റെ ഫ്രണ്ട് ഗോറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ, പിന്നെ ബാക്ക് പൗച്ച് ഒരു പുതിയ മറ്റേ ഒരു നല്ലൊരു പൗച്ച്, ഇത് മറ്റേ ഫുള്ളി കവേർഡ് ആയിട്ടുള്ള പൗച്ചാണ്. ഈ പൗച്ച് കൂടാണ്ട് എനിക്ക് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 3000 രൂപ ക്യാഷ് ഡിസ്കൗണ്ടും കൂടി തന്നവർ.
3000 രൂപ ക്യാഷ് ഡിസ്കൗണ്ട്. അവർ 2 ഓപ്ഷനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്ക് പൗച്ച്, പിന്നെ ഫ്രണ്ട് ഗ്ലാസ്, പിന്നെ ഒന്നില്ലെന്നുണ്ടെങ്കിൽ വലിയൊരു സൗണ്ട് ബാർ പ്ലസ് സ്മാർട്ട് വാച്ച്, ഇതാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ സൗണ്ട് ബാറും സ്മാർട്ട് വാച്ചിൻ്റെ ആവശ്യം നമുക്കില്ല, അപ്പോൾ അതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് പറഞ്ഞ്. അങ്ങനെ ഒരു 3000 രൂപ അഡീഷണൽ ഡിസ്കൗണ്ടും കൂടി എനിക്ക് ഈ ഫോൺ എടുത്തപ്പോൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി തരാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിവോ എടുക്കണം എന്നുണ്ടായിരുന്നു, ഇത് എടുക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ വെച്ച് ആകെ കുറച്ച് പൈസയുടെ വ്യത്യാസമുള്ളൂ. അപ്പോൾ പിന്നെ കുറച്ചും കൂടി ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ സാധനം, ലൈക്കയുടെ ക്യാമറ സെൻസറൊക്കെ ആയിട്ടുള്ള ഷവോമി അൾട്ര എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ അൾട്ര ചൂസ് ചെയ്തത്. 3 ഞാൻ വിചാരിച്ചിരുന്നു. അങ്ങനെ ഫൈനലി ഞാനിത് ഡിസൈഡ് ചെയ്തു. ഇതിൻ്റെ ഇനിയുള്ള യൂസ് ചെയ്തിട്ട് അതിൻ്റെ ബാക്കിയൊക്കെ എങ്ങനെ കാര്യങ്ങളെന്നുള്ളത് ഞാൻ വേണമെങ്കിൽ അടുത്തൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ എന്തായാലും ഞാനിത് യൂസ് ചെയ്യാണ്ട് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറയാനില്ല. പക്ഷേ ബാക്കിയുള്ള യൂട്യൂബിൽ ബാക്കിയുള്ള റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ എല്ലാം പോസിറ്റീവായിട്ടാണ് ഞാൻ കണ്ടത്. കുറേ പോസിറ്റീവായിട്ടുള്ള റിവ്യൂസ് കണ്ട് എല്ലാം കൊണ്ടും ബെറ്റർ ആയിട്ടുള്ളൊരു ചോയ്സ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നോക്കിയിട്ട് ഇനി ബാക്കി എന്തെങ്കിലും ഫോൾട്ട് എൻ്റെ ഭാഗത്തു നിന്ന് പറ്റിയിട്ടുണ്ടോ എന്ന് ഞാൻ അടുത്തുള്ള വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും യൂസ് ചെയ്യട്ടെ ഞാൻ. അപ്പോൾ ഹാപ്പി ഷോപ്പിംഗ്. ബൈ ബൈ.